ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ സിസി പ്ലാന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ സിസി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റാണ്. ഞാൻ ഇൻഡോഴ്സിലൊക്കെ വെക്കാറുള്ള. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്ന് ചെടി കിളിക്കുന്നത് ഓരോന്നും ഇങ്ങനെ ഞാൻ ഓരോ ദിവസവും അതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുകയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ വീഡിയോ എടുത്ത് കാണാനായിട്ട്. നിങ്ങൾക്ക് കാണാമോ? ഓരോ ദിവസവും അതിങ്ങനെ അതിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടി വരുന്നത് കണ്ടോ? ഇതിനെ എറ്റേണിറ്റി പ്ലാന്റ് എന്നും പറയും. നമുക്ക് ഇൻഡോഴ്സിലൊക്കെ ഇത് വളർത്താൻ പറ്റും. പിന്നെ അധികം വെയിലത്ത് വേണം. ഇപ്പോൾ ചിലർ പുറത്തൊക്കെ വെക്കാറുണ്ട് ഷെയ്ഡിൽ. പക്ഷെ ഞാനിത് ഇൻഡോറാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇലയും ഇങ്ങനെ വിടർന്ന് വരുന്ന കാണാൻ എന്ത് രസമല്ലേ. ഞാനപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് ഇതിൻ്റെ ഓരോ ഇല എടുത്തിട്ട് ഈ മണ്ണിനകത്ത് കുഴിച്ചിടും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചെടി കിളിച്ച് വരും. അത് ഒത്തിരി നാളെടുക്കും. ഇത് ഒത്തിരി ടൈം എടുക്കും ഗ്രോ ചെയ്യാൻ. ചിലപ്പോൾ ചില ചെടിയൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കിളിച്ച് വരുന്നത്. പക്ഷെ എന്നാൽ ഈ ചെടി വളർന്നു വരുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയാമോ? നിങ്ങളുടെ വീട്ടിലാരുടെയെങ്കിലും വീട്ടിലുണ്ടോ സിസി പ്ലാന്റ്? മിക്കവരുടെയും വീട്ടിൽ കാണും, എനിക്കറിയാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ വളരുന്ന ഇങ്ങനെ നോക്കി ഇങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ എടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. ഇത് പിന്നെ എൻ്റെ പല ഇൻഡോർ പ്ലാന്റ്സുകളാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ള. ഇത് മാർബിൾ പോത്തോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അങ്ങനെ ഇതേപോലെ ഞാൻ വീഡിയോസ് ഇടാവേ എൻ്റെ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ. ഇതും ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട് വളരാൻ വേണ്ടിയിട്ട്, സാധാരണത്തെ പോത്തോസിനെക്കാട്ടിലും കുറച്ചും കൂടെ ടൈം. അപ്പം ശരി, അടുത്ത വീഡിയോ കാണാം.